വലിയ ദിവാഞ്ചി. പത്മനാഭപുരം കൊട്ടാരത്തിലെ പടത്തലവനായിരുന്നു മാർത്താണ്ഡൻ തമ്പി. കാളിയമ്മേ, ഞാൻ ഈ പദവിയൊക്കെ ഒഴിയുകയാണ്. ഞേ, എന്തുപറ്റി അങ്ങേക്ക്? കൊല്ലും കൊലയുമൊക്കെ എനിക്ക് മടുത്തു. ചെയ്ത പാപങ്ങൾക്കൊക്കെ പ്രായശ്ചിത്തമായി കാശിയിൽ പോയി സന്യസിക്കാൻ ഞാൻ തീരുമാനിച്ചു. പാപങ്ങളൊന്നും അങ്ങ് മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ, അങ്ങയുടെ ജോലി ചെയ്തതല്ലേ. നാം തീരുമാനിച്ചു കഴിഞ്ഞു. ഇനിയുള്ള കാലം ഈശ്വരസേവ തന്നെ. നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷം പോലും ആയില്ല. എൻ്റെ ഉദരത്തിൽ വളരുന്ന നമ്മുടെ കുഞ്ഞിനെ പോലും അങ്ങേക്ക് കാണണ്ടേ? അതൊരു സാധാരണ കുഞ്ഞാവില്ല. എന്നേക്കാൾ കരുത്തനും ബുദ്ധിമാനുമായിരിക്കും നമ്മുടെ മകൻ. അവന് കേശവനെന്ന് പേരിടണം. അവൻ കുടുംബത്തിൻ്റെയും കൊട്ടാരത്തിൻ്റെയും യശസ്സുയർത്തും. സന്തോഷത്തോടെ എന്നെ യാത്രയാക്കൂ. അങ്ങ് ആഗ്രഹിക്കുന്ന ശാന്തിയും സമാധാനവും അങ്ങക്ക് ലഭിക്കുമാറാകട്ടെ. പത്മനാഭൻ തമ്പി പ്രവചിച്ചതുപോലെ കാളിയമ്മയ്ക്ക് ആൺകുഞ്ഞ് പിറന്നു. അവൻ്റെ അച്ഛൻ പറഞ്ഞതുപോലെ മുഖത്ത് എന്തൊരു തേജസ്! മകൻ്റെ നന്മയ്ക്കായി അടുത്ത ക്ഷേത്രത്തിൽ കാളിയമ്മ നിർമ്മാല്യ ദർശനം പതിവാക്കി. നല്ല ഐശ്വര്യമുള്ള മുഖം. ഇവരെപ്പറ്റി കൂടുതൽ വിവരം അറിയണമല്ലോ. വൈകാതെ. കാളിയമ്മയുടെ ജ്യേഷ്ഠനല്ലേ? എനിക്ക് അവളെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അയ്യോ തിരുമേനി, അത്... തടസ്സമൊന്നും പറയേണ്ട. അവളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ തിരക്കി. ഓഹോ, എങ്കിൽ കുഴപ്പമില്ല. അവളെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കാം. എല്ലാം ഞാൻ കേട്ടു. എനിക്കതിന് സമ്മതമില്ല. കേശവനെ നോക്കി വളർത്തി ഇനിയുള്ള കാലം കഴിഞ്ഞാൽ മതി എനിക്ക്. കേശവനെ നന്നായി വളർത്താനുള്ള വഴിയായിട്ടാണ് ഞാൻ ഈ വിവാഹത്തെ കാണുന്നത്. അതാ നിന്നെക്കൊണ്ട് സമ്മതിപ്പിക്കാമെന്ന് ഞാൻ അദ്ദേഹത്തിന് വാക്കുകൊടുത്തത്. എങ്കിൽ എല്ലാം ജ്യേഷ്ഠൻ്റെ ഇഷ്ടം. വിവാഹം കഴിഞ്ഞിട്ടും കാളിയമ്മയുടെ വീട്ടിലെ ദാരിദ്ര്യം കുറഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ കയ്യിൽ കാര്യമായിട്ടൊന്നുമില്ല. ഭക്ഷണത്തിനുള്ള വക കിട്ടുന്നതു തന്നെ വലിയ കാര്യം. എന്നാൽ കേശവൻ മിടുക്കനായി വളർന്നു. നമ്പൂരി, ഏതാ ആ കുട്ടി? അവന് ചില ഭാഗ്യചിഹ്നങ്ങൾ ഞാൻ കാണുന്നു. കീർത്തിമംഗലത്തെ കാളിയമ്മയുടെ മോനാ എഴുത്താശാനേ. അവൻ്റെ വീട്ടിലെ കാര്യം കഷ്ടത്തിലാ. നിത്യച്ചെലവ് തന്നെ വലിയ പരുങ്ങലിലാ. അവൻ്റെ ജാതകം ഒന്ന് വാങ്ങി നോക്കണം. അവനെ ഞാൻ പഠിപ്പിച്ച് മിടുക്കനാക്കും. പിന്നീട്. ഹോ, ഇത്ര വിശേഷപ്പെട്ട ഒരു ജാതകം ഞാൻ എൻ്റെ ആയുസ്സിൽ കണ്ടിട്ടില്ല. രാജയോഗമല്ലേ തെളിഞ്ഞു നിൽക്കുന്നത്. ഐശ്വര്യമായി തുടങ്ങിക്കോളൂ. നീ നന്നായി വരും. ആശാൻ പറഞ്ഞുകൊടുത്തതെല്ലാം വളരെ വേഗം കേശവൻ പഠിച്ചു. ഇവനൊരു സമർത്ഥൻ തന്നെ. കണക്കിലാണ് ഇവന് കൂടുതൽ താല്പര്യം. വർഷങ്ങൾ കടന്നുപോയി. ഒരു ദിവസം, ഗുരോ, എനിക്കിനി പഠനം തുടരാനാവില്ല. എന്താ കേശവ നീ പറയുന്നത്? നിനക്ക് പഠിപ്പ് മടുത്തോ? 10 വയസ്സുള്ള നിനക്ക് എന്ത് ജോലി കിട്ടാൻ? വളരെ അലഞ്ഞു നടന്ന ശേഷം ഒരു പ്രഭു കുടുംബത്തിൽ വേലക്കാരൻ്റെ ജോലി കിട്ടി. നന്നായി പണിയെടുക്കണം. 3 നേരം ആഹാരം തരാം. ശരി. ഒരു ദിവസം പണിയെല്ലാം കഴിഞ്ഞ്, വിശക്കുന്ന അമ്മച്ചി, ചോറ് തരൂ. ഇവിടുള്ളവരുടെ ഭക്ഷണം കഴിയുമ്പോൾ നിന്നെ വിളിക്കാം. അതു പറ്റില്ല. നന്നായി പണിയെടുത്തിട്ടാ ചോറ് ചോദിക്കുന്നത്. വീട്ടുകാരി ചട്ടുകം കൊണ്ട് തർക്കുത്തരം പറയുന്നോടാ ചെക്ക. എൻ്റെ തല നിങ്ങൾ അടിച്ചു പൊട്ടിച്ചു അല്ലേ? എന്നെ തല്ലിയ നിങ്ങൾ എന്നും ഈ പ്രതാപത്തോടെ ഇരിക്കുമെന്ന് കരുതരുത്. ഒരിക്കൽ നിങ്ങളുടെ ഈ വീടും കുളം തോണ്ടി പോകും. എന്നാൽ അന്ന് കാണാം. കേശവൻ തലയിൽ കൈവച്ച് ആ വലിയ വീടിൻ്റെ പടിയിറങ്ങി. ഹും, ധിക്കാരി, ഇറങ്ങിപ്പോടാ. ഇവിടെ ആരുമില്ലേ ഇവനെ പിടിച്ച് പുറത്താക്കാൻ? ഞാൻ പോകുന്നു. കേശവൻ അലഞ്ഞു തിരിഞ്ഞു. അമ്മയ്ക്കും സഹോദരങ്ങൾക്കും ആഹാരത്തിനുള്ള വക എങ്ങനെ എത്തിക്കും? ഹോ, തല കറങ്ങുന്നു. ഞാനിപ്പോൾ വീണു പോകും. അമ്മേ.
ബോധം കെട്ട് വീണ കേശവനെ ഒരാൾ വിളിച്ചെഴുന്നേൽപ്പിച്ചു. കുട്ടി, എണീക്കൂ, ഈ പഴം കഴിക്കൂ, ക്ഷീണം മാറുമ്പോൾ ശ്രീപത്മനാഭനെ പ്രാർത്ഥിക്കൂ, നിന്റെ സങ്കടമെല്ലാം മാറും. അയാൾ കേശവനെ കൂട്ടിക്കൊണ്ടുപോയി ഒരു കടയിലെത്തിച്ചു. ചെട്ടിയാരെ, ഇതാ നിങ്ങൾക്ക് സഹായത്തിന് ഒരു കുട്ടി. ഇവനെ വിശ്വസിക്കാമോ? അങ്ങനെ കേശവൻ കച്ചവടത്തിൻ്റെ വലിയ ലോകത്തേക്ക് കടന്നു. മൂസാമരക്കാരുടെ ബംഗ്ലാവിലൊന്ന് പോകണം, നീയും കൂടെ വാ. ചെട്ടിയാരോ, വരൂ, പാട്ടച്ചീട്ട് തയ്യാറാക്കാൻ ആളില്ലാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു ഞാൻ. തനിക്ക് അതൊന്ന് ശരിയാക്കാമോ? അയ്യോ, എനിക്കറിയില്ലല്ലോ അങ്ങുന്നേ. അത്യാവശ്യമാണെങ്കിൽ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം അങ്ങുന്നേ. ഞേ, അതാരാ ഒരു ചെക്കൻ? എൻ്റെ സഹായത്തിന് നിൽക്കുന്ന കുട്ടിയാ. ഓരോന്നൊക്കെ പഠിച്ചു വരുന്നതേയുള്ളൂ. എന്നാൽ പാട്ടച്ചീട്ട് ഒന്ന് എഴുതി നോക്ക്, പ്രമാണങ്ങളൊക്കെ ഞാൻ തരാം വൈകിട്ട്. ഹായ്, അസ്സലായിരിക്കുന്നു. ഈ കുട്ടി നിസാരക്കാരനല്ല ചെട്ടിയാരെ. ഒരു സന്യാസി എന്നെ ഏൽപ്പിച്ചതാണ് ഇവനെ. ഇതിന് സമ്മാനമായി ഈ പൊൻപണം എടുത്തോളൂ. ചെട്ടിയാരെ, പിന്നൊരു കാര്യം, ഇവനെ ഇനി ഞാൻ വിട്ടുതരില്ല. അത് വിഷമിപ്പിക്കുന്ന കാര്യം തന്നെ. എങ്കിലും അവനൊരു നല്ല കാലം വരുന്നത് മുടക്കുന്നില്ല. കേശവൻ മൂസാമരക്കാരുടെ ജോലിക്കാരനായി. ഒരു ദിവസം കേശവൻ കടപ്പുറത്തുകൂടി പോവുകയായിരുന്നു. ആ സന്യാസി വര്യൻ. പ്രണാമം സ്വാമി, അങ്ങയെ പിന്നീട് കണ്ടതേയില്ലല്ലോ. ഞാൻ ലോകസഞ്ചാരിയാണ് മോനെ. പേര് ഗണപതിദാസൻ. സ്വാമി, എന്നെ അങ്ങയുടെ ശിഷ്യനാക്കിയാലും. കുഞ്ഞേ, അതിനു തന്നെയാണ് ഞാനിപ്പോൾ വന്നത്. ഗണപതിദാസന്റെ ശിഷ്യനായ കേശവൻ ഗണപതി ഭക്തനുമായി.